ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ദഹ്റാനിലെ ഒലയ സ്ട്രീറ്റിലുള്ള കോബാർ സിറ്റി വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളിലാണ്. 28,000 സ്ക്വയർ മീറ്റർ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുതിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കൂടുതലായിട്ടും റെസ്റ്റോറൻറ്റ്സ്, കഫേ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ അൽദഹം വാച്ചസ് എന്ന് പറഞ്ഞിട്ടൊരു വാച്ചിൻ്റെ ഷോറൂം ഉണ്ട്. ഇവിടെ അത് കഴിഞ്ഞ് അത് ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് വഴി. ഇവിടെ ഇവർ നിറച്ച് ആൽമരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാളിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ മുറ്റം നിറയെ ഇവർ സ്റ്റോണൊക്കെ പാകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് നടുക്ക് ആൽമരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നിറച്ച് ആൽമരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഭംഗിയായിട്ടുണ്ട്. അത് ഇതൊരു ചുറ്റിലും റെസ്റ്റോറൻ്റ് ആണ്. അതിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഓപ്പൺ ഡൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ ഡൈനിങ് ആണ്, ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അതുപോലെ ഈ മാളിൻ്റെ മധ്യത്തിലായിട്ട് ഒരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു വാട്ടർ ഫൗണ്ടൻ. സെൻറ്ററിലൊരു പാറ വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട്. അത് ഇതിന് ചുറ്റിലും റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതൽ. ഇത് ഒനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഓപ്പൺ ഡൈനിങ് ഉണ്ട്, അതിന് ഇൻഡോർ ഡൈനിങ് ഉണ്ട്, അപ്സ്റ്റെയറിൽ ഡൈനിങ് ഉണ്ട്. അപ്സ്റ്റെയറൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ചെയ്ത് കാണാനൊക്കെ ആയിട്ട്. ഇവിടെ ഈ ഒനിയൻ റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ട് സ്റ്റാർബക്സ് ഉണ്ട്. സ്റ്റാർബക്സ് ഇവിടെ അത്യാവശ്യം വലിയ ഷോപ്പാണിത്. നന്നായിട്ട് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ ഈ ഷോപ്പിംഗ് മാളിൻ്റെ പാർക്കിംഗ് ആണ്. ഇതുകൂടാതെ അണ്ടർഗ്രൗണ്ടും പാർക്കിംഗ് ഉണ്ട്. അവിടെ നിന്നുള്ള എക്സിറ്റാണിത്, അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൻ്റെ എക്സിറ്റാണത്. ഇവർ വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. വളരെ നന്നായിട്ട് ഇവർ ചെയ്തിട്ടുമുണ്ട്. ഇത് പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സൊക്കെ കൂടുതലും പുറത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കാനും പിന്നെ ഇവിടെ നല്ലൊരു കാലാവസ്ഥയാണ്. ഇപ്പോഴത്തെ അധികം ചൂടായിട്ടില്ല. വൈകുന്നേരങ്ങളിൽ വളരെ എന്താ പറയുക, നല്ലപോലെ കാറ്റ്, ചൂടില്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ ഇവിടെ ആസ്വദിച്ച് ആളുകൾക്ക് ഫുഡ് കഴിക്കാനും സംസാരിച്ചിരിക്കാനും ഒക്കെ പറ്റും. നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മളൊരു ഉന്തുവണ്ടിയുടെ ഒരു മോഡേൺ വേർഷൻ എന്നുള്ള രീതിയിലൊരു ഉന്തുവണ്ടി നിൽക്കുന്നുണ്ട്. ഇതിൽ ഐസ്ക്രീമാണ് ഇവർ സെർവ് ചെയ്യുന്നത്. വളരെ നന്നായിട്ടുണ്ട് കാണാൻ. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ തന്നെയാണ് ഓപ്പൺ ഡൈനിങ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ചുറ്റിലൊക്കെ റെസ്റ്റോറൻ്റ് ആണ്. ആ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ഓപ്പൺ ഡൈനിങ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് ഓരോ റെസ്റ്റോറൻറ്റും അവരുടേതായ രീതിയിൽ ഓരോ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതുണ്ട് വുഡ് വെച്ചിട്ട് ഒരു ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ നന്നായിട്ടുണ്ട്. ഇത് ഈ റെസ്റ്റോറൻറ്റിൻ്റെയാണ്. ഇവിടെയൊക്കെ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വളരെ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അലങ്കാര പണികളൊന്നും അധികം ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്.
ഓരോ റെസ്റ്റോറൻറ്റും അവരുടേതായ രീതിയിൽ ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഔട്ട്ഡോർ ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു സത്യം പറഞ്ഞ ഒരു യൂറോപ്യൻ ശൈലിയിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊരു റെസ്റ്റോറൻ്റാണ്, അറബിക് റെസ്റ്റോറൻ്റാണ്. ഇൻഡോർ ഡൈനിങ് ഉണ്ട്. തൊട്ട് പുറത്ത് മജ്ലിസൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ കോബാർ സിറ്റി വാക്കിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു ഫുഡ് സ്ട്രീറ്റിനെ എത്രത്തോളം ഭംഗിയാക്കിയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇവർ കാണിച്ചു തരുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീനുമാണ്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻ്റാണ്. അത് നമുക്ക് ഒരു എല്ലാ തരത്തിലുള്ള കുഷ്യൻസും അവൈലബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത്രയും വൈവിധ്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പുറത്തിരുന്ന് വേണമെങ്കിൽ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് കഴിക്കാം. ഇൻഡോറിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇനി പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വളരെ ഭംഗിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ റെസ്റ്റോറൻറ്റും ഓരോ തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ റെസ്റ്റോറൻറ്റിലും നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ആംബിയൻസ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഓരോ റെസ്റ്റോറൻറ്റിലും ഡിഫറെൻറ്റ് ഫീലായിരിക്കും ഉണ്ടാവുക. കാരണം ഓരോ റെസ്റ്റോറൻറ്റും മികച്ച ഒന്നിനൊന്ന് മെച്ചെന്നേ പറയാൻ പറ്റുന്നു. വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കസ്റ്റമേഴ്സ് മോസ്റ്റ്ലി ഇവിടുത്തെ അറബ്സ് തന്നെയാണ് കൂടുതൽ. പിന്നെ ഇതിന് നടുക്കൊക്കെ ഇങ്ങനെ പെർഫ്യൂമൊക്കെ വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ തന്നെയാണ്. ഊദ പെർഫ്യൂംസ് ഇതൊക്കെ സെല് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം റെസ്റ്റോറൻറ്റ്സാണ്. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സാണ്. ബിൽഡിങ്ങിൻ്റെ ഒക്കെ ടോപ്പിൽ റൂഫ് ടോപ്പ് ഡൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെയും ഒരുവിധമൊക്കെ റൂഫിൽ ഡൈനിങ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഉണ്ട് ഈ റെസ്റ്റോറൻറ്റ്, ഇതിന് റൂഫിൽ ഡൈനിങ് ഉണ്ട്. ഈ സ്ട്രീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് മസാമി സുഷി എന്ന് പറഞ്ഞിട്ടൊരു സുഷി റെസ്റ്റോറൻ്റ് ഉണ്ട്. അതായത് ലോകത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുവിധം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കുഷ്യൻസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റും ഈ ഒരു മാളിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതൊക്കെ വിഷൻ 2030 ഭാഗമായിട്ടാട്ടോ ഇതൊക്കെ ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏകദേശം ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 2 വർഷമായി. കാരണം ഫുഡ് സ്ട്രീറ്റ് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളതാണ്. നന്നായിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് കാണാനും വളരെ ഭംഗിയായിട്ടുണ്ട്. കാരണം ഒരു ഇത്രയും ഏരിയയിൽ, കാരണം വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ ഒക്കെ ഉള്ള ഒരു സ്പേസാണ്. കുട്ടികൾ കളിക്കാനുണ്ട്, പിന്നെ ആളുകൾക്ക് വർത്തമാനം പറഞ്ഞിരിക്കാൻ മറ്റുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നെ, വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ സൗദി പഴയ പോലെയല്ലല്ലോ, ഇപ്പോൾ കുറേ ഓപ്പൺ ആയതുകൊണ്ട് ആളുകളും കുറച്ചും കൂടെയൊക്കെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും കൂടിയൊക്കെയാണ് ഇവർ വിഷൻ 2030 ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്.